ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ടീ അല്ലെങ്കിൽ സുലൈമാൻ ടീ എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇത്ര ഐറ്റംസാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 2 പീസ് കറുകപ്പട്ട, 8 ചെറിയ സൈസ് ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 8 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 എടുത്താൽ മതിയാവും. 3 കരയാമ്പൂ, 1 ബേ ലീവ്സ്. അപ്പോൾ ഇനി നമുക്ക് ചായ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇവയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30-35 സെക്കൻഡൊക്കെ ഒന്ന് വെള്ളം തിളപ്പിച്ചാൽ മതി. നിങ്ങൾക്കപ്പോൾ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. എനിക്കപ്പോൾ ഒത്തിരി മധുരം ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുറച്ച് മധുരം ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചായക്ക് ഒത്തിരി കടുപ്പത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ലൈറ്റ് കളറിൽ എടുത്താൽ മതി, അതാണ് ഈ ചായയുടെ ടേസ്റ്റ്. തേയിലപ്പൊടി ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 1.5 to 2 മിനിറ്റൊക്കെ ഇത് തിളപ്പിച്ചാൽ മതി. കൂടുതൽ നമ്മൾ തിളപ്പിച്ച് വരുമ്പോൾ ചായക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിളപ്പിച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഈ ചായ കൂടുതൽ സമയം വെക്കാണ്ടിരിക്കുക. അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണ് നല്ലത്. ഈ പാത്രത്തിൽ കൂടുതൽ സമയം വെച്ചാൽ ഈ ചായപ്പൊടിയുടെ കടുപ്പ് ഇതിലേക്ക് പിന്നെയും ഇറങ്ങും. ടേസ്റ്റ്, നമ്മുടെ ഈ ചായയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു കളറായിരിക്കും നമ്മുടെ ചായക്കുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ അല്ലെങ്കിൽ സുലൈമാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.